തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഫലസ്തീന്റെ അസ്തിത്വം അംഗീകരിച്ച് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനം. ഇസ്രായേലിന്റെ താക്കീത് വകവയ്ക്കാതെയാണ് നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ ഒരുങ്ങുന്നത്. മെയ് 28-ന് തങ്ങളുടെ തീരുമാനം ഔപചാരികമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മധ്യപൂർവ്വദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഫലസ്തീനെ ഒരു സ്റ്റേറ്റായി അംഗീകരിക്കുന്നതെന്ന് രാഷ്ട്ര നേതാക്കൾ പറഞ്ഞു. എന്നാൽ നടപടിക്ക് പിന്നാലെ നോർവേയിലെയും അയർലൻഡിലെയും അംബാസഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഒരു യുദ്ധത്തിനു നടുവിൽ ഗസയിൽ 10,000 കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേലികൾക്കും ഫലസ്തീനികൾക്കും ഒരുപോലെ സാധ്യമാവുന്ന ഒരു രാഷ്ട്രീയ പരിഹാരം മാത്രമാണ് ബദലെന്ന് പറഞ്ഞാണ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗർ സ്റ്റോർ ഫലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിയെ അംഗീകരിക്കുന്നതായി അറിയിച്ചത്. തോളോട് തോൾ ചേർന്ന് സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും കഴിയുന്ന 2 രാഷ്ട്രങ്ങളായിരിക്കുക എന്നതാണ് ബദൽ. അംഗീകാരം മെയ് 28-ന് പ്രാബല്യത്തിൽ വരും. ഇത്തരമൊരു അംഗീകാരം ഇല്ലെങ്കിൽ മധ്യപൂർവ്വദേശത്ത് സമാധാനം ഉണ്ടാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോർവേയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അയർലാൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസും ഫലസ്തീൻ രാഷ്ട്രത്തെ തൻ്റെ രാജ്യവും അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കിയത്. തീരുമാനം നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ ദേശീയ നടപടികൾ ഞങ്ങൾ ഓരോരുത്തരും കൈക്കൊള്ളും. വരുന്ന ആഴ്ചകളിൽ തന്നെ കൂടുതൽ രാഷ്ട്രങ്ങൾ ഇത്തരമൊരു സുപ്രധാന നടപടി സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ചേരുമെന്നതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത ഹമാസ് ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു വഴിത്തിരിവാണിതെന്ന് വ്യക്തമാക്കി. ഫലസ്തീൻ ജനതയുടെ ധീരമായ ചെറുത്തുനിൽപ്പാണ് യൂറോപ്യൻ രാജ്യങ്ങളെ അംഗീകാരത്തിന് പ്രേരിപ്പിച്ചതെന്നും ഹമാസ് രാഷ്ട്രീയകാര്യ സമിതിയിലെ മുതിർന്ന അംഗം ബാസിം നഈം പറഞ്ഞു. PLO കാര്യ നിർവാഹക സമിതി സെക്രട്ടറി ജനറൽ ഹുസൈൻ അൽ ഷെയ്ഖ് തീരുമാനത്തിൽ നന്ദി അറിയിച്ചു. ദശകങ്ങളായി ഫലസ്തീൻ ജനത തുടരുന്ന ദേശീയ പോരാട്ടങ്ങളുടെയും അനുഭവിച്ച യാതനകൾക്കുമുള്ള പരിഹാരമാണിതെന്നും സത്യത്തിൻ്റെയും നീതിയുടെയും വിജയമാണിതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. രാഷ്ട്രീയവും പ്രതീകാത്മകവുമായ ശക്തവും സുപ്രധാനവുമായ ചുവടുവെപ്പാണ് ഈ രാജ്യങ്ങളുടെ ഫലസ്തീൻ അംഗീകാര പ്രഖ്യാപനമെന്ന് ദീർഘകാലമായി ഫലസ്തീൻ രാഷ്ട്രീയ രംഗത്തുള്ള മുസ്തഫ ബർഗൂത്തി പറഞ്ഞു. ഫലസ്തീൻ ജനത സ്വാതന്ത്ര്യവും നീതിയും നേടിയെടുക്കുന്നതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശ പ്രശ്നത്തിലുള്ള അതിപ്രധാനമായ ചുവടുവെപ്പാണിത്. നെതന്യാഹുവിനും തീവ്ര സർക്കാരിനുമേറ്റ കനത്ത പ്രഹരമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അധിനിവേശ ശക്തികൾക്ക് വസ്തുതകളെ മാറ്റിമറിക്കാൻ കഴിയുമെന്നത് അർത്ഥശൂന്യവും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലസ്തീൻ രാഷ്ട്രവാദത്തെ പിന്തുണച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ താക്കീതുകൾ നിലനിൽക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടി എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ ഇസ്രായേലിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആയുധക്കപ്പലിന് സ്പെയിൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 3 രാജ്യങ്ങളിലെയും അംബാസഡർമാരെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചത്. ഗസയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളെ ഈ അംഗീകാരം തടസ്സപ്പെടുത്തുമെന്നും വെടിനിർത്തൽ സാധ്യത കുറയ്ക്കുമെന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ വാദം. സമാനമായ നിലപാട് സ്വീകരിച്ചാൽ സ്പെയിനിലെ ഇസ്രായേൽ അംബാസഡറെ തിരിച്ചു വിളിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും നോർവേ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെ ശക്തമായി പിന്തുണക്കുന്ന രാഷ്ട്രമാണ്. 1993-ൽ ആദ്യ ഓസ്ലോ കരാർ ഒപ്പുവെച്ച് 30 വർഷങ്ങൾക്ക് ശേഷമാണ് നോർവേ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത്. ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇതുവരെ 143 രാജ്യങ്ങളാണ് ഫലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.